നാട്ടികയിലെ ജനതാദൾ യു നേതാവ് PG ദീപകിന്റെ കൊലപാതക കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട 5 RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. 1 മുതൽ 5 വരെ പ്രതികളെയാണ് കുറ്റക്കാരെന്ന് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, ജനതാദൾ യു നേതാവിന്റെ കൊലപാതക കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട RSS പ്രവർത്തകരെ ഇപ്പോൾ കുറ്റക്കാരെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അത് 2015 മാർച്ച് 24-ന് നാട്ടികയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. നാട്ടിക ജനതാദൾ യു നിയോജകമണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായിരുന്നു PG ദീപക്. അദ്ദേഹം റേഷൻ വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ റേഷൻ കട അടയ്ക്കുന്നതിനിടെ വൈകിട്ട് 8 മണിയോടെയാണ് സംഭവം. ഒരു വാനിലെത്തിയ സംഘം അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഈ ദീപക് ഉൾപ്പെടെ 3 പേർക്കാണെന്ന് പരിക്കേറ്റത്. അതിൽ ദീപക് പിന്നീട് മരിക്കുകയാണ് ഉണ്ടായത്. ആ സംഭവത്തിലാണ് ഈ മരിച്ച ദീപക്കും അപകടത്തിൽ അല്ലെങ്കിൽ അക്രമത്തിൽ പരിക്കേറ്റ 2 പേർ, സ്റ്റാലിൻ, മണി, ഇവരെല്ലാം ജനതാദൾ യു പ്രവർത്തകരായിരുന്നു. ഇവർക്കെതിരെ സംഘടിതമായ ആക്രമണം BJP RSS പ്രവർത്തകർ നടത്തി എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്നു വന്ന കേസ്. ആ കേസ് പക്ഷേ 10 പേരാണ് ആ കേസിൽ പ്രതികളുണ്ടായിരുന്നത്. വിചാരണ നടത്തി വിചാരണ കോടതി പ്രതികളെല്ലാം സാഹചര്യമുണ്ടായി. അത് സർക്കാരും ഈ കൊല്ലപ്പെട്ട ദീപകിന്റെ ഭാര്യ വർഷയും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിൽ വാദം കേൾക്കുകയായിരുന്നു. വിശദമായ പരിശോധന കോടതി നടത്തിയതിനു ശേഷമാണ് 5 പേർ, ഈ 1 മുതൽ 5 വരെ പ്രതികളായ RSS പ്രവർത്തകരെല്ലാം കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത്. ഋഷികേഷ്, ജിജിൻ, പ്രശാന്ത്, രസന്ത്, ബ്രഷ്ണയവർ എന്നീ RSS പ്രവർത്തകരാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ 10 പേരും RSS BJP പ്രവർത്തകരായിരുന്നു ഈ പ്രതികളായവർ. അതിൽ 5 RSS BJP പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായത്. ഏതായാലും കോടതി പറഞ്ഞിരിക്കുന്നത് ഉടനെ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, ഏപ്രിൽ 8-ന് കോടതിയിൽ ഹാജരാക്കണം, തുടർന്ന് അവരെ ജയിലിൽ അടയ്ക്കണം. അതാണ് കോടതി ഉത്തരവ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇവർ വിചാരണ കോടതി കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തുകയും പിന്നീട് സർക്കാർ മറ്റ് അപ്പീലടക്കമുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഹൈക്കോടതി അവരെ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നു. ഈ കേസിന്റെ നാൾവഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് അങ്ങനെ വരുമ്പോൾ സാലി ഇന്ന്. തീർച്ചയായും, കാരണം ഇത് വലിയ വിവാദം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ്. RSS BJP സംഘടിതമായി സംസ്ഥാനത്ത് പലയിടത്തും നിരന്തര അക്രമം അഴിച്ചു വിട്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു 2015 എന്നൊക്കെ പറയുന്ന കാലഘട്ടം. പക്ഷേ അന്ന് പ്രോസിക്യൂഷൻ ആ കേസ് വിചാരണ കോടതിയിൽ കൃത്യമായി തെളിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അതിനെതിരെ പിന്നീട് വന്ന സർക്കാർ അപ്പീൽ പോവുകയും ഹൈക്കോടതിയിൽ ആ കേസ് എത്തുകയുമാണ് ഉണ്ടായത്. അതിലാണ് ഇപ്പോ പ്രതികളെ 5 പ്രതികളുണ്ടായിരുന്ന കേസിൽ 5 പേര് കുറ്റക്കാരാണ്. ഈ 5 പേര് RSS BJP പ്രവർത്തകരാണ്, കുറ്റക്കാരാണ് എന്ന് കോടതി തെളിയിക്കുന്നത്. ഏതായാലും അവരെ ജയിലിലടയ്ക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർണായകമായ ഉത്തരവാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ. പ്രത്യേകിച്ചും RSS കൊലപാതക പട്ടികയിൽ വരുന്ന ആ കേസുകളിൽ ഒരു നിർണായകമായ ചുവടുവെപ്പാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും അവരെ 8-ാം തീയതി കോടതിയിൽ ഹാജരാക്കണം, ഉടനെ അവർ പിടികൂടുകയും ചെയ്യണം. ഇതാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.